100-ൽ 110% എന്നോട് വിശ്വസ്തത പുലർത്തിയ ദൈവത്തിന് ഈ ദൈവജനത്തിൻ്റെ മുഴുവൻ മുൻപിൽ ഞാൻ സ്തുതിയും സ്തോത്രവും മാഞ്ഞുപോകാത്ത പ്രഭയും ഉന്നത കീർത്തിയും കരയേറ്റുന്നു. രണ്ടാമതായി ഞാൻ നന്ദി പറയേണ്ടത് എന്നെ സെമിനറിയിലേക്ക് സ്വീകരിച്ച അത്യഭിവന്യ മൊറാൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവായോടാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ നാം ചെടികൾ നടുന്നവരാണ്. ഒരു ചെടി ഒരു പ്രത്യേക പ്രായം എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ആ ചെടിയെ പറിച്ച് വേറൊരിടത്തേക്ക് നടാൻ ശ്രമിക്കുമ്പോൾ സൂര്യാഘാതം കൂടുതലാണെങ്കിൽ, അതല്ലെങ്കിൽ അതിന് അനുയോജ്യമായ സാഹചര്യങ്ങളില്ലെങ്കിൽ ആ ചെടി വേര് പിടിക്കില്ല. 10-26 വയസ്സ് വരെ മറ്റൊരു ജീവിതാന്തസ്സിൽ അതല്ലെങ്കിൽ മറ്റൊരു ചിന്തയിലൊക്കെ ജീവിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ സെമിനറിയിലേക്ക് പറിച്ചു നടത്തപ്പെട്ടപ്പോൾ, ഈ 8-9 വർഷം നീണ്ടു നിൽക്കുന്ന കഠിനമായ സെമിനറി പരിശീലനത്തിലൂടെ ഞാൻ നടന്നു നീങ്ങിയപ്പോൾ പല തവണയും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ, ഒരടി പോലും എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ലെന്ന്. വലിയ സൂര്യാഘാതങ്ങളേറ്റ് ഞാൻ തളർന്നു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ മുൻപിൽ ഒരു വലിയ വടവൃക്ഷമായി നിന്ന വ്യക്തിയാണ് അതിഭിവന്യ കാതോലിക്ക ബാവ തിരുമനസ്. എന്നിലേൽ കണ്ട എല്ലാ ചൂടും തന്നിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഞാനാകുന്ന ചെടിക്ക് വേര് പകർന്ന അഭിവന്യ കാതോലിക്ക ബാവ തിരുമനസ്സിനെ അഭിവന്യ പിതാവിൻ്റെ പ്രാർത്ഥനയാലും അപേക്ഷയാലും ഈ 13-ാം തീയതി ദൈവതൃക്കരങ്ങളിൽ നിന്ന് ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചു. ഇന്നും അഭിവന്യ ബാവ തിരുമനസ്സുകൊണ്ട് ഇവിടെ സന്നിഹിതനായിരുന്നു. അഭിവന്യ പിതാവിനോടുള്ള ഹൃദയംഗമമായ നന്ദിയും സ്നേഹവും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് ഒരു അപരാധമായി പോകും. അത് മറ്റാരുമല്ല, നിത്യതയിൽ ഇന്നായിരിക്കുന്ന ഡൊറേത്തി അമ്മയാണ്. ഞാൻ ഒരു കുഞ്ഞായി ഈ ഇടവകയിലുള്ളപ്പോൾ ഡൊറേത്തി അമ്മേനെ എപ്പോൾ കണ്ടാലും പറയും, നീ അച്ഛനാകാൻ പോകണം കേട്ടോ എന്ന്. ഞാൻ എൻജിനീയറിംഗ് പഠിക്കുമ്പോഴും ഡൊറേത്തി അമ്മ എന്നോട് പറയും, മോനെ, നീ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നീ ഒരച്ഛനായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നതെന്ന്. ഞാൻ ജോലി ചെയ്യാൻ പോയപ്പോഴും അമ്മ അത് പറയും. യുക്തി കൊണ്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ ഈ അമ്മ ഇതെന്താ പറയുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷേ എങ്കിൽ യഥാർത്ഥത്തിൽ ആ അമ്മയൊരു പ്രവാചികയായിരുന്നു എന്ന് ഞാൻ ഇന്ന് ഈ ബലി അർപ്പിച്ച് നിൽക്കുമ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കുകയാണ്. അമ്മ, ഞാൻ സെമിനാരി പോയതിന് ശേഷവും ഒക്കെ അമ്മയുടെ വാർദ്ധക്യത്തിൻ്റെ 80കളിലും 90കളിലും ഒക്കെ ഞാൻ സെമിനാരിയിൽ നിന്ന് അവധിക്കൊക്കെ വരുമ്പോൾ ഒത്തിരി സ്നേഹത്തോടെ എന്നെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഡൊറേത്തി അമ്മയെ നന്ദിപൂർവ്വം ഇത്തരുണത്തിൽ ഓർക്കുന്നു. എൻ്റെ അമൽ ജ്യോതിയിലെ സുഹൃത്തുക്കൾ പലരും ഇവിടെ സന്നിഹിതരാണ്, അവരുടെ മാതാപിതാക്കൾ സന്നിഹിതരാണ്, പലരും ലൈവിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കാണുന്നുണ്ട്. ഞാൻ സെമിനാരിയിൽ ചേർന്ന നിമിഷം അത് അവർക്ക് പലർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എങ്കിൽ പോലും അതിനുശേഷം ഈ നിമിഷം വരെ ആളായും അർത്ഥമായും എൻ്റെ ഏതൊരാവശ്യത്തിനും ഓടി വരുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയപൂർവ്വമുള്ള നന്ദി ഇത്തരുണത്തിൽ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം എൻ്റെ ബാച്ച്മേറ്റ്സ്, ഞാൻ സെമിനറിയിൽ ചേർന്നപ്പോൾ ഞാൻ താമസിച്ച് കുറച്ച് പഠനമൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് എനിക്ക് എളുപ്പം പ്രൊമോഷനല്ല, എനിക്ക് മൈനർ സെമിനാരിയിൽ 1 വർഷം നിൽക്കേണ്ടി വന്നുള്ളൂ. അപ്പോൾ അന്ന് എൻ്റെ മൈനർ സെമിനാരിയിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്തവർ അന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് വന്നവരാണ്. അവരൊക്കെ ഇന്ന് റീജൻസിയിലെത്തിയിരിക്കുന്നു. അതിനുശേഷം ഞാൻ ഫിലോസഫി ബാച്ചിൽ ചെന്നപ്പോൾ, ഞാൻ പൊതുവേ ഫിലോസഫി 3 വർഷമാണ്, എനിക്ക് ഡിഗ്രി ഉള്ളതുകൊണ്ട് MA ഫിലോസഫിക്ക് പോയതുകൊണ്ട് 2 വർഷമാക്കിയപ്പോൾ അന്നത്തെ എൻ്റെ ഫിലോസഫി ബാച്ച്മേറ്റ്സ് ഇന്ന് സബ് ഡീക്കന്മാരാണ്. അങ്ങനെ ഞാൻ തിയോളജിയിലെത്തിയപ്പോൾ ഇന്ന് ഞങ്ങൾ 7 പേര് പട്ടം കഴിഞ്ഞ് 13-ാം തീയതി പട്ടം സ്വീകരിച്ചവർ അതെൻ്റെ തിയോളജി ബാച്ചാണ്. അങ്ങനെ രൂപതയിലെ എല്ലാ ബാച്ചിൻ്റെയും ബാച്ചാണ് ഞാൻ. എല്ലാ ബാച്ചുകാരും എൻ്റെ ബാച്ചുകാരാണ്. ആ ഒരു വലിയ ഭാഗ്യം എനിക്കുണ്ട്. അവരോടുള്ള ഹൃദയംഗമമായ നന്ദി ഇത്തരുണത്തിൽ രേഖപ്പെടുത്തുന്നു. അവരുടെ കരുതലിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി. കടമ്പനാട് നിന്നും മൈലപ്രയിൽ നിന്നും ഇവിടെ അനേകം പേർ സന്നിഹിതരാണ്. എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ജന്മഗൃഹങ്ങൾ അവിടെയാണ്. ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം തിരുവനന്തപുരത്താണെങ്കിലും അവധിക്കാലങ്ങളിലൊക്കെ അവിടെ പോവുകയും അവിടെ ഉള്ള ഞങ്ങളുടെ ബന്ധുക്കളെയും ഇടവകക്കാരെയും ഒക്കെ പലരെയുമൊക്കെ എനിക്ക് വളരെ വ്യക്തിപരമായും അല്ലാതെയും ഒക്കെ അറിയാം. കൊച്ചുവിള കുടുംബത്തിൽ നിന്നും വടക്കേടത്ത് കുടുംബത്തിൽ നിന്നുമൊക്കെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരോടുമുള്ള
ഹൃദയംഗമമായ നന്ദി ഞാൻ ഈ തരുണത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനി ഞാൻ നന്ദി പറയാനുള്ളത് എൻ്റെ ബസലിക്ക കുടുംബത്തോടാണ്. ഞാൻ കുടുംബം എന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഈ ബസലിക്ക കൂട്ടുണ്ടായിരുന്നു. ഈ പട്ടം കൊട ശുശ്രൂഷയെ സംബന്ധിച്ച് ഞാൻ ഒന്നിനെക്കുറിച്ചും ആകുലനായിട്ടില്ല. എല്ലാ കാര്യങ്ങളും ബസലിക്ക കുടുംബം ക്രമീകരിച്ചു. ട്രസ്റ്റി, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ, വിവിധ കമ്മിറ്റികൾ, അമ്മമാർ, യുവജനങ്ങൾ, MCA, മാതൃസംഘടന, സൺഡേ സ്കൂൾ, കൊയർ, അൾത്താര ബാലസംഘം, ഇവരെല്ലാം എല്ലാ ക്രമീകരണങ്ങളും മനോഹരമായി നടത്തി. നിങ്ങളോടുള്ള നന്ദി വാക്കിൽ പറഞ്ഞവസാനിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നും ബലിയർപ്പിക്കും. നിങ്ങളെപ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ്. ബസലിക്ക എൻ്റെ കുടുംബമാണ്. ഇനിയും അതങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങളോടുള്ള നന്ദി ഇത്തരുണത്തിൽ ഞാൻ ഹൃദയപൂർവ്വം അർപ്പിച്ചുകൊള്ളുന്നു. ഞാൻ കഴിഞ്ഞ വർഷം കുറ്റിയിലച്ചന് ട്രാൻസ്ഫറാണ് എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം ടെൻഷൻ നമുക്കുണ്ടാകും. കാരണം പട്ടം നടത്തേണ്ടത് അടുത്ത വികാരിയാണല്ലോ. ആരായിരിക്കും എന്നൊരു വലിയ ടെൻഷൻ എനിക്കുണ്ടായപ്പോൾ അപ്പോഴാണ് നമ്മൾ ട്രാൻസ്ഫറിൻ്റെ ലിസ്റ്റ് പുറത്തു വരുന്നത്. പെരിയ ബഹുമാനപ്പെട്ട നെൽസൺ വലിയ വീട്ടിലച്ഛൻ. ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ബാച്ചുകാരും ജൂനിയേഴ്സും ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാവരും എന്നോട് പറഞ്ഞു, ഇനി എന്തോ പേടിക്കാനാ, നെൽസൺ അച്ഛൻ ഉണ്ടല്ലോ, ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട. അച്ഛാ, ആ വാക്കുകൾ 100-ൽ 110% അന്വർത്ഥമാകുന്ന രീതിയിലാണ് അച്ഛൻ എല്ലാ ക്രമീകരണങ്ങളും നടത്തിയത്. പല പ്രാവശ്യം അച്ഛൻ എന്നെ ഫോണിൽ വിളിച്ച് പറയും, ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട, ഇവിടെ വന്നൊന്ന് കുർബാന ചൊല്ലി തന്നു വന്നത്, ബാക്കിയെല്ലാം ഞാൻ ക്രമീകരിച്ചു കൊള്ളാം. അച്ഛൻ എനിക്ക് തന്ന ആ കരുതലിനും സ്നേഹത്തിനും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും വ്യക്തിപരമായ പേരിലും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. വാക്കുകൾ പറയുമ്പോൾ വൈകാരികമായി പോകും എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ നിയന്ത്രിച്ചു കൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. ഞാൻ ഒരു സുപ്രഭാതത്തിൽ വീട്ടിലേക്ക് കടന്നു വന്ന് എൻ്റെ അപ്പനോടും അമ്മയോടും പറയുകയാണ്, ഞാൻ സെമിനറിയിൽ പോവുകയാണെന്ന്. ഞാൻ വിചാരിച്ചവരതൊരു തമാശയായിട്ടെടുത്ത് അതങ്ങ് ഉഴപ്പി വിടുമെന്ന്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അത് വളരെ വളരെ ഗൗരവമായി എടുത്ത് അവർ മാറി മാറി നിന്ന് കരയുകയായിരുന്നു. അന്ന് എൻ്റെ അമ്മ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ പോയാൽ ഞങ്ങൾക്ക് ആരാ ഉള്ളതെന്ന്. അന്ന് എനിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാതെ എൻ്റെ വീട്ടിലെ ചുവരിൽ ചാർത്തിയിരുന്ന തിരുഹൃദയത്തിൻ്റെ ആ ഫോട്ടോയുടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്കി ഞാനൊന്നിരുന്നു. ഒരു ഉത്തരം എനിക്ക് കൊടുക്കാൻ സാധിച്ചില്ല അന്ന്. പക്ഷേ എങ്കിൽ ഇന്ന് 8-9 വർഷം കഴിഞ്ഞ് ഈ ബലിപീഠത്തിൽ നിന്ന് ഞാൻ കുർബാന അർപ്പിച്ചിട്ട് ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ അമ്മ അന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇതാണ്: മുറിക്കപ്പെടാതെ ബലിയില്ല. കർത്താവ് കാൽവരിയിൽ മുറിഞ്ഞാണ് ബലി അർപ്പിച്ചത്. നിങ്ങൾ മുറിച്ചത് കൊണ്ടാണ് ഈ ദൈവജനത്തിനൊരു പുരോഹിതനെ ലഭിച്ചത്. നിങ്ങളുടെ മുറിവുകൾ, നമ്മുടെ കുടുംബത്തിൻ്റെ ആ മുറിവ് തിരുസഭയ്ക്ക് അലങ്കാരമാകട്ടെ. കാൽവരി കുരിശിൽ അവസാനിച്ച് തീർന്നതല്ല കുരിശിലെ ബലി എന്ന് നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും ഓർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാൽവരിയിൽ ബലി ആരംഭിച്ചതേ ഉള്ളൂ. ബലി പൂർത്തിയായത് ഉത്ഥാനത്തിലാണ്. മഹിമയോടെ അവിടുന്ന് ഉത്ഥാനം ചെയ്യുമ്പോൾ മുഖപ്രസന്നതയും പ്രതിഫലവും നിങ്ങൾക്ക് തരട്ടെ. എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ എൻ്റെ കുടുംബത്തിനും നിങ്ങൾക്കും വേണ്ടി ഒരു ബലിജീവിതമായി ജീവിക്കുമെന്ന് ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്നു. എൻ്റെ സഹോദരി എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും എനിക്ക് ഓടിച്ചെല്ലാകുന്നത് എൻ്റെ സഹോദരിയാണ്. സഹോദരിയോടുള്ള ഹൃദയംഗമമായ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു. എൻ്റെ ബ്രദറിൻലോ ഇവിടെ സന്നിഹിതനാണ്. സെമിനറിയിലേക്ക് പോകുകയാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ സമ്മിശ്രമായ പ്രതികരണങ്ങളായിരുന്നു പല കോണുകളിൽ നിന്ന് ഞാൻ വന്നത്. അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ബ്രദറിൻലോ എന്ത് പറയും എന്നെനിക്കൊരു വലിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ മോബിനിച്ചാൻ എന്നോട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ: നിനക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ നീ പൊയ്ക്കോ. അത് ഒരു വെറും വാക്കായിരുന്നില്ല എന്നെനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം 2010 എൻ്റെ കുടുംബത്തിൽ അംഗമായി മൊബിൻചാൻ വന്ന് ഈ നിമിഷം വരെ 15 വർഷം കഴിയുമ്പോൾ എനിക്ക് ഒരു ബ്രദർ ഇൻ ലോയേക്കാൾ ഉപരി എൻ്റെ സ്വന്തം സഹോദരനായിട്ടാണ് ഞാൻ അങ്ങയെ കണ്ടിട്ടുള്ളത്.
എൻ്റെ ചേച്ചിയോട് പറയുന്നതിനേക്കാളും സ്വാതന്ത്ര്യത്തോടെ അങ്ങയോട് എന്തും സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അങ്ങ് എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങയോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെ അപ്പച്ചനും അമ്മച്ചിയും അപ്പനും അമ്മയും, അവർ ഇന്ന് ഈ ഭൂമിയിലില്ല, നിത്യതയിലേക്ക് നീങ്ങി. അപ്പച്ചൻ്റെ ജപമാല ഭക്തിയാണ് പരിശുദ്ധ അമ്മയെ ആഴമായി എൻ്റെ ഹൃദയത്തിൽ വേരുറപ്പിച്ചത്. മണിക്കൂറുകൾ ജപമാല ചൊല്ലുന്ന അമ്മയുടെ അപ്പച്ചനെ അമ്മച്ചിയെയും ഞാൻ ഇന്ന് ഹൃദയപൂർവ്വം നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ അമ്മച്ചിയും അപ്പൻ്റെ അമ്മയും അപ്പനും ഇന്ന് ഇവിടെ സന്നിഹിതരല്ല. ആരോഗ്യപരമായ കാരണങ്ങളാൽ പട്ടംകുട ശുശ്രൂഷയ്ക്ക് അമ്മച്ചി സന്നിഹിതയായിരുന്നു. അമ്മച്ചി ലൈവിലൂടെ ഇത് കാണുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മച്ചിയോട് നന്ദിയായിട്ട് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. തലമുറയായി യഹോവ നമ്മുടെ ദൈവമാണ്. എന്നെ ആത്മീയതയുടെ ബാലപാഠം പഠിപ്പിച്ചത് എൻ്റെ അമ്മച്ചിയാണ്. അമ്മച്ചി പകർന്നു തന്ന വിശ്വാസ സത്യമാണ് ഇന്ന് ഞാൻ ഈ ബലിവേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ എന്തായിരിക്കുന്നു എന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അമ്മച്ചിയോടുമുള്ള ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും സഹോദരങ്ങൾ, അവരുടെ മക്കൾ, കുടുംബങ്ങൾ, ഇവരെല്ലാം ഇവിടെ സന്നിഹിതരാണ്. അവരോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ രേഖപ്പെടുത്തുന്നു. എല്ലാ നന്ദിയും ഞാൻ പറഞ്ഞ് തീർത്തു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എങ്കിൽ ഇപ്പോൾ ഞാനൊരു മുഖം കണ്ടു, അത് ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. ഹിന്ദുസ്ഥാൻ ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ മുൻ ചെയർമാനായിരിക്കുന്ന അയ്യപ്പൻ സാറാണ്. സാറായിരുന്നു എൻ്റെ ബോസ്. ഞാൻ സെമിനറിയിലേക്ക് എന്നെ ജോലിയിൽ പ്രവേശിപ്പിച്ചത് സാറാണ്. ഞാൻ സെമിനറിയിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോഴും അതിനെ ആ പക്വതയോടെ മനസ്സിലാക്കുകയും പലരും എന്നെ എൻ്റെ കമ്പനിയിലും ഉന്നത ഉദ്യോഗസ്ഥർ വരെ പലപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കാതെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലകളിൽ ഒന്നായ ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ അന്നത്തെ ചെയർമാനായിരുന്ന ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ അയ്യപ്പൻ സാറ് വളരെ പക്വതയോടെ അതിനെ കണ്ടു. സാറിനോടൊപ്പം നമ്മുടെ ഇടവകം കൂടിയായ ബാബു തോമസ് സാറും അന്ന് ഡയറക്ടർ മാർക്കറ്റിംഗ് ആയിരുന്നു. ഇവർ രണ്ടുപേരും എനിക്ക് തന്ന കരുത്തിനും സ്നേഹത്തിനും ഒക്കെ നന്ദി അർപ്പിക്കുന്നു. ഹൃദയംഗമമായ നന്ദി നിങ്ങളോട് ഞാൻ വീണ്ടും അർപ്പിക്കുകയാണ്. ഇനി ആരെയെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മക്കുറവിൻ്റെയും ഈ ഒരു ടെൻഷൻ്റെയും ഒക്കെ കാരണം കൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വിട്ടുപോയവർ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കൃതജ്ഞതാ പ്രകടനം ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കൂടുതൽ വിശ്വസ്തയോടും കരുതലോടും ദൈവജനത്തോട് ഒപ്പമായിരിക്കുവാനും ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ബലിയാകുവാനും ദൈവം നിങ്ങളെയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.